നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കും മുന്നേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനായിട്ടുണ്ട്. മൂവി മാനിയ റീലോഡഡ് എന്ന പേരിൽ നമുക്കൊരു ചാനലുണ്ട്. കൂട്ടുകാർ ഒരു പക്ഷേ അത് മറന്നു പോയിട്ടുണ്ടാവാം. കാരണം കഴിഞ്ഞ കുറേ നാളുകളെ ഒരു 90 ദിവസത്തിന് മേളിലായി നമുക്കതിൽ വീഡിയോ ഇടാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളിലൂടെ ആയിരുന്നു കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം അതൊക്കെ മാറി നമ്മൾ പുതിയൊരു ഫാന്റസി, കോമഡി, ത്രില്ലർ, റൊമാൻറ്റിക്, ടൈം ട്രാവൽ ഡ്രാമ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാരൊന്ന് കണ്ടു നോക്കണം. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. കുറെ കൂട്ടുകാർ നമ്മുടെ ഈ ചാനലിലെ കമന്റ് ബോക്സിൽ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക, അതുപോലെ എപ്പിസോഡ്സ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നൊക്കെ പറയാറുണ്ട്. ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് മൂവി മാനിയ റീക്യാപ്സ് എന്ന പേരിൽ നമുക്കൊരു ചാനലുണ്ട്. ഡ്രാമയുടെ എപ്പിസോഡുകളായിട്ട് അങ്ങനെ അപ്ലോഡ് ചെയ്യാനായിട്ട് മൂവി മാനിയ റീലോഡഡ് എന്ന ചാനൽ നമുക്കുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ള കൂട്ടുകാർ ചാനലിന്റെ പേരൊന്ന് സെർച്ച് ചെയ്ത് കണ്ടു നോക്കണേ, മറക്കല്ലേ. ഡ്രാമാസിന് വേണ്ടി മൂവി മാനിയ റീലോഡഡ്, ലോങ് വീഡിയോസിന് വേണ്ടി മൂവി മാനിയ റീക്യാപ്സ്. ആ പെൺകുട്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവൾ പകൽ സമയത്ത് ഒരു സാധാരണക്കാരിയാണെങ്കിലും രാത്രി സമയം അവൾക്ക് ബാധ ഇളകും. അതെ, അങ്ങനെയുള്ള അവളുടെ മുന്നിൽ ചെന്നുപെട്ട ഒരു പഞ്ചപാവം പയ്യന്റെ കഥ പറഞ്ഞ 2025 റിലീസായ പ്രിറ്റി ക്രേസി എന്ന വളരെ രസകരമായ ഒരു കൊറിയൻ കഥയാണ് ഇന്ന് നമ്മൾ മൂവി മാനിയ മൂവീസിലൂടെ കാണാനായി പോകുന്നത്. വേഗം തന്നെ വീഡിയോയിലേക്ക് എടുക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ കൂട്ടുകാർക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ലൈക്ക് ചെയ്തും വീഡിയോയ്ക്ക് ഒരു ഹൈപ്പ് കൊടുത്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല. ഒപ്പം തന്നെ നമ്മുടെ വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള കൂട്ടുകാർ ഒന്ന് ജോയിൻ ചെയ്യണേ. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായകനായ ഗിൽഗുവിനെ കാണിച്ചുകൊണ്ടാണ്. ഗിൽഗു ലൈഫ് വളരെ ബോറടിച്ചിരിക്കുന്ന ഒരു പയ്യനാണ്. അതായത് അവൻ ജോലിയൊക്കെ ചെയ്ത് ലൈഫ് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നെങ്കിലും ഇങ്ങനെ ഒരു റൊട്ടീൻ ലൈഫ് മുന്നോട്ട് പോകുന്നത് അവൻ ഇഷ്ടപ്പെടുന്നില്ല. ചെയ്യുന്ന ജോലി ഒരു സന്തോഷം കൊടുക്കുന്നില്ല. വല്ലാതെ മടുപ്പ് തോന്നുന്നു ഇങ്ങനെ ഒരു മുന്നോട്ടുള്ള ജീവിതം എന്ന് തോന്നുന്ന ഗിൽഗു അങ്ങനെ ജോലിയൊക്കെ റിസൈൻ ചെയ്ത് ഇപ്പൊ ചുമ്മാ ജീവിക്കുകയാണ്. ഫ്രീ ടൈം കിട്ടുമ്പോൾ ക്ലോ മെഷീനിൽ പോയി ഗെയിം കളിക്കുന്നത് അവന് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ജോലിയും കൂലിയും ഒന്നും ഇല്ലാതെ ഒരു ദിവസം രാവിലെ ഉറങ്ങി എണ്ണിക്കുന്ന ഗിൽഗു അവരുടെ താഴത്തെ അപ്പാർട്ട്മെന്റിൽ പുതിയ താമസക്കാർ വന്നിട്ടുണ്ടെന്നും അവർ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ബേക്കറി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെന്നും ഫ്രണ്ട് പറഞ്ഞറിയുന്നുണ്ട്. അവൻ അത് വലിയ കാര്യമാക്കുന്നില്ല. പക്ഷെ അന്ന് രാത്രി തുണി അലക്കി ഇടുന്ന സമയത്ത് ഗിൽഗുവിന്റെ നെക്ക് പില്ലോ താഴെ വീഴുമ്പോൾ അതെടുക്കാനായി താഴേക്ക് ഇറങ്ങി ചെല്ലുന്നവൻ അവിടെ വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കാണുന്നു. അവളെ കണ്ടപാടെ കണ്ണെടുക്കാൻ തോന്നാതെ അവൻ കുറച്ചു നേരം നോക്കി നിൽക്കുന്നുണ്ട്. അവൾ മറ്റാരുമല്ല, പുതുതായി അവിടെ താമസിക്കാനായി എത്തിയ ആ ഒരു പെൺകുട്ടിയാണ്. അവളുടെ പേര് സിയോൺ എന്നുമാണ്. എന്തായാലും സിയോൺജിയുടെ മുഖം മനസ്സിൽ നിന്ന് മാറാത്ത ഗിൽഗു അവന്റെ കൂട്ടുകാരനോടും സിയോൺജിയെ പറ്റി പറയുന്നുണ്ടെങ്കിലും ഫ്രണ്ടായ ബിയോം അതൊന്നും വലിയ മൈൻഡ് ചെയ്യുന്നില്ല. എന്തായാലും അന്നും ക്ലോ മെഷീനിൽ പോയി ഗെയിം ഒക്കെ കളിച്ച് തോറ്റതിന്റെ സങ്കടത്തിൽ കുറച്ചധികം ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റ് ആയിട്ടാണ് തിരിച്ച് തന്റെ അപ്പാർട്ട്മെന്റിലേക്ക് ഗിൽഗു എത്തുന്നത്. അവൻ നല്ല ഫിറ്റ് ആയിരുന്നത് കൊണ്ട് തന്നെ ലിഫ്റ്റിൽ കയറിയിട്ട് തറയിൽ ഇങ്ങനെ ലെഗ് കേട്ടിരിക്കുകയാണ്. ഈ സമയം ലിഫ്റ്റിന്റെ ഡോർ ഓപ്പൺ ചെയ്ത് ഒരു ലേഡി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഈ ഫിറ്റ് ആയിരിക്കുന്ന അവനേക്കാൾ ഫിറ്റ് ആണെന്ന് തോന്നുന്ന കണക്ക് ഭയങ്കരമായി ആക്ഷൻ കാണിച്ച് ബഹളം വെച്ച് അവിടെ വലിയൊരു പ്രശ്നക്കാരിയായി തന്നെ അവർ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നുണ്ട്. ആക്ച്വലി അവിടെ ഒരു മൂലക്കിരുന്ന ഗിൽഗുവിന്റെ പോലും മെക്കിട്ട് കയറുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമ്പോൾ അവൻ ജീവനും കൊണ്ടാണ് ആ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി ഓടുന്നത്. ആരാണ് ആ ലേഡി എന്നോ എന്തിനാണ് അവർ ഒരു കാര്യമില്ലാതെ തന്റെ മെക്കിട്ട് കയറിയെന്നോ അവൻ അറിയില്ല. പക്ഷെ പിന്നീട് അടുത്ത ദിവസം ആകട്ടെ പുതുതായി എത്തിയ താമസക്കാരി ഒരു പുതിയ ബേക്കറി തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പൊ അവൻ അവിടേക്ക് ഒന്ന് ചെന്ന് നോക്കുന്നുണ്ട്. ഈ പുതിയ താമസക്കാരിയെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സിയോൺജിയെ തന്നെ. അങ്ങനെ ബേക്കറിക്കകത്ത് അവൻ ചെന്ന് കഴിഞ്ഞ് സിയോൺജിയെ നേരിട്ട് കാണുമ്പോൾ ആക്ച്വലി കാണാനായിട്ടാണ് വന്നതെങ്കിലും പെട്ടെന്ന് അവൻ ആകെ പാടെ നെർവസ് ആവുന്നുണ്ട്. ഈ ഒരു ടൈം അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കുന്നവന് താൻ കഴിഞ്ഞ ദിവസം രാത്രി പാർക്കിൽ ഇരുന്ന് കണ്ട ഇതേ സിയോൺജിയെ തന്നെയാണ് മറ്റൊരു രൂപത്തിലും ഭാവത്തിലും വളരെ വയലന്റ് ആയ ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാതെ പെരുമാറുന്ന രീതിയിൽ ഇന്നലെ ലിഫ്റ്റിൽ വെച്ച് കണ്ടതെന്നും അവന് മനസ്സിലാവുന്നു. അവന്റെ തലയ്ക്കൊക്കെ അവൾ കൊട്ടിയതുകൊണ്ട് തന്നെ ഇപ്പൊ ഇവളെ കണ്ട് ആകെ പേടിയാവുന്ന അവൻ ഒന്നും മിണ്ടാതെ ആ ഒരു ബേക്കറിൽ നിന്ന് ഇറങ്ങി പോകാനായി തുടങ്ങുമ്പോഴേക്കും പുറകെ ചെല്ലുന്നവൾ അവിടുന്ന് അവനൊന്നും വാങ്ങിച്ചില്ലെങ്കിലും അവരുടേത് പുതിയ ബേക്കറി ആയതുകൊണ്ട് തന്നെ അവിടെ എത്തുന്ന കസ്റ്റമേഴ്സിന് ചെറിയൊരു ഗിഫ്റ്റ് ഹാമ്പർ കൊടുക്കുന്ന ഒരു കാര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ആ ഗിഫ്റ്റ് അവൾ പ്രത്യേകമായി പിറകെ ചെന്ന് കൊടുക്കുന്നുണ്ട്. വളരെ സൗമ്യമായി നോക്കി ചിരിച്ച് സംസാരിച്ച് അവൾ അവിടെ നിന്ന് പോകുമ്പോൾ അവനൊന്നും മനസ്സിലാവുന്നില്ല. ഇവൻ 3 വട്ടം ഇതുവരെ സിയോൺജിയെ കണ്ടിട്ടുണ്ട്. അതിൽ 2 വട്ടം വളരെ സൗമ്യമായ പെരുമാറ്റമായിരുന്നെങ്കിൽ ഒരു വട്ടം അതിൽ നിന്ന് വളരെ ഡിഫറെന്റ് ആയ രീതിയിലായിരുന്നു അവൾ പെരുമാറിയിരുന്നത്. എന്തെങ്ങനെയെന്ന് മനസ്സിലാവാതെ അവൻ ആകെ കിളി പോയിരിക്കുകയാണ്. എന്നാൽ ഇങ്ങനെയൊക്കെ ആലോചിച്ചിരുന്ന നേരം പോയ ഗിൽഗു അന്ന് രാത്രി അപ്പാർട്ട്മെന്റിന്റെ പുറത്ത് സിയോൺജി നിൽക്കുന്ന കണ്ട് നേരെ അങ്ങോട്ടേക്ക് സംസാരിക്കാന്ന് കരുതി ഒന്ന് ചെല്ലുന്നുണ്ട്. അവൻ വളരെ ഇൻട്രോവേർട്ട് ആണ്. എന്നാലും അവളോടുള്ള ഒരു താല്പര്യം കൊണ്ടും അവളുടെ ഈ 2 പെരുമാറ്റം കണ്ടുള്ള കൗതുകം കൊണ്ടും അവനൊന്ന് സംസാരിക്കാന്ന് കരുതി ചെല്ലുമ്പോഴേക്കും അവളെ അവിടെ കാണുന്നില്ല. ഇവിടെ നിന്ന പെൺകുട്ടി ഇത് എവിടെ പോയെന്ന് ചിന്തിച്ച് അവൻ ചുറ്റിനും ഒന്ന് നോക്കുമ്പോഴേക്കും അവിടെ ഒരാൾ അവളോട് പ്രശ്നം ഉണ്ടാക്കുന്ന കണക്ക് തോന്നുന്ന അവൻ വേഗം അവിടെ ചെന്ന് അവളെ രക്ഷപ്പെടുത്തുന്ന കണക്കൊന്ന് ഇടപെടാനായി നോക്കുന്നുണ്ടെങ്കിലും അപ്പോഴാണ് അവന് മനസ്സിലാവുന്നത് ഇത് സിയോൺജിയുടെ അച്ഛനാണ്. താൻ വെറുതെ ഇവരുടെ ഇടയിൽ കയറിയുന്നത്. എന്തായാലും സിയോൺജിയെ രക്ഷപ്പെടുത്താനായി അവിടെ ചെന്ന ഗിൽഗുവിന്റെ അടുത്ത് തന്നെ അത്രയും നേരം അച്ഛനോട് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സിയോൺജി പ്രശ്നം ഉണ്ടാക്കാനായി ചെല്ലുമ്പോഴേക്കും അവളെ പിടിച്ചു നിർത്തിക്കൊണ്ട് അച്ഛൻ ഇവൾ ഇങ്ങനെയാണ് രാത്രിയാകുമ്പോൾ വളരെ വ്യത്യസ്തമായ രീതി പെരുമാറാനായി തുടങ്ങും. പകലൊന്നും നമ്മൾ കാണുന്ന ആളെ അല്ല ഇവള്, മോൻ ഇതിലൊന്നും ഇടപെടാതെ പോവാൻ നോക്കുന്നു പറഞ്ഞു അച്ഛൻ ഗിൽഗുവിനെ ഒരുവിധം അവിടെ നിന്ന് രക്ഷപ്പെടുത്തി വിടുന്നുണ്ട്. വെറുതെ
ഇടപെട്ട് താനാണ് ചളവാക്കുന്നതെന്ന് തോന്നവൻ സോറി എന്ന് പറഞ്ഞ് വേഗം അവിടെ നിന്ന് പോന്നു. എന്തായാലും അടുത്ത ദിവസം വളരെ യാദൃശ്ചികമായി പകൽ സമയത്ത് ലിഫ്റ്റിൽ വെച്ച് സിയോൺജിയെ ഗിൽഗു കാണുന്നുണ്ട്. ആ സമയം അവൾ വളരെ പൊളൈറ്റ് ആയി അവനെ ബേക്കറിയിൽ വെച്ച് കണ്ടപ്പോഴൊക്കെ സംസാരിച്ചില്ലേ അതേ കണക്ക് സംസാരിക്കുമ്പോൾ അവൻ ആക്ച്വലി ഇവളെ പറ്റി കൂടുതൽ അറിയാനായി വളരെ ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാത്രി സമയത്തുള്ള അവളുടെ ആ ഒരു സ്വഭാവത്തിലെ മാറ്റത്തെ പറ്റി മനസ്സിലാക്കാനായി അന്ന് രാത്രി ഏറെ നേരം പുറത്തു പോയിരിക്കുന്ന അവളെ അവൻ ഫോളോ ചെയ്യുന്നു. ആ സമയത്ത് അവൻ മനസ്സിലാക്കുന്നത് രാത്രിയിൽ അവൾ വളരെ വിയേർഡായി പെരുമാറുന്നത് പതിവായി നടക്കുന്ന ഒരു കാര്യമാണെന്നും ആ സമയത്തെല്ലാം സിയോൺജിയുടെ അച്ഛനാണ് അവളെ കംഫോർട്ട് ചെയ്ത് ഒരുവിധം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നതെന്നുമാണ്. അന്നും ഏറെ നേരം അവൻ ഫോളോ ചെയ്ത് ഒരു അർദ്ധരാത്രിയൊക്കെ കഴിയുന്ന സമയത്ത് അവൾ എന്തോ വിയേർഡായ ആ പെരുമാറ്റത്തിന്റെ ഇടയിൽ സ്റ്റക്കായി നിൽക്കുമ്പോൾ അച്ഛൻ അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനായി എടുക്കുന്ന ടീം അച്ഛന്റെ നടു വെട്ടിപ്പിടിക്കുന്നതും ആ ഒരു സമയം അച്ഛൻ എടുക്കാൻ ശ്രമിച്ച അവൾ അച്ഛന്റെ അടുത്ത് നിന്ന് താഴേക്ക് വീഴാനായി പോകുന്നതും കാണുന്ന ഗിൽഗു അത്രയും നേരം ഒളിച്ചവരെ ഫോളോ ചെയ്യുകയായിരുന്നെങ്കിലും പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് സിയോൺജിയെ വീഴാതെ പിടിക്കുകയും അച്ഛനെ വേഗം തന്നെ ആ നടുവെട്ടിയ അവസ്ഥയിൽ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് ഹോസ്പിറ്റലിൽ അച്ഛൻ ഗിൽഗുവിനോട് സംസാരിക്കുമ്പോൾ നീ എന്തിനാ ഞങ്ങളെ ഫോളോ ചെയ്യുന്നത്, നീ ഒരു അകലം പാലിച്ചു നിന്നോ, അതാ നല്ലത്. രാത്രിയാകുമ്പോൾ അവൾ വളരെ വിയേർഡായി പെരുമാറും, അവൾക്കൊരു പ്രശ്നമുണ്ട്, രാത്രിയാകുമ്പോൾ ഒരു ഡീമൻ അവളെ പൊസസ് ചെയ്യും, അതിന്റെ ആ ഒരു രീതിയിലാണ് അവൾ രാത്രി വിയേർഡായി പെരുമാറുന്നത്, അല്ലാത്തപ്പോ എന്റെ മകൾ പെർഫെക്റ്റ് ആണെന്ന് പറയുന്ന അച്ഛൻ എന്തായാലും നീ അറിഞ്ഞ കാര്യങ്ങൾ ആരോടും പറയണ്ട, പിന്നെ നീ ഞങ്ങളെ ഫോളോ ചെയ്ത് എന്തിനാ, നിന്നെ പറ്റിയുള്ള ഡീറ്റെയിൽസ് പറയാന്ന് പറഞ്ഞ് അവനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അച്ഛൻ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അവൻ ജോലി ഉപേക്ഷിച്ച് ഇപ്പൊ ഇങ്ങനെ ചുമ്മാ നടക്കാണ്, സ്പോർട്സ് ആണ് അവൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്നൊക്കെ ഇങ്ങനെ കേൾക്കുന്ന അച്ഛൻ ആദ്യം അവനോട് ഞങ്ങളെ ഫോളോ ചെയ്യരുത്, അവളുടെ അടുത്ത് നിന്ന് ഒരു അകലം പാലിച്ചോ എന്നൊക്കെ പറഞ്ഞെങ്കിലും പെട്ടെന്ന് അവനോട് ഇനി നീ വേണം എന്റെ മകളുടെ കാര്യം നോക്കാനെന്ന് പറയുമ്പോൾ അവൻ ആകെ ഞെട്ടിപ്പോന്നു. ഈ അച്ഛൻ എന്താ ഇങ്ങനെ ഇപ്പൊ പറയുന്നതെന്ന്. അതായത് മറ്റൊന്നുമല്ല, എന്തായാലും ഇവന് ജോലിയൊന്നുമില്ല, ഇവനിപ്പോ ഫ്രീ ആയി നടക്കുന്നതുകൊണ്ട് ഇവരെ ഫോളോ ചെയ്ത് വന്നല്ലോ, അവൻ കറക്റ്റ് സമയത്ത് അപ്പോ അവിടെ വന്നതുകൊണ്ട് വലിയൊരു അപകടത്തിൽ നിന്ന് സിയോൺജി രക്ഷപ്പെടുകയും ഈ അച്ഛൻ സേഫ് ആവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അവനൊരു ജോലി കൊടുക്കാം, തന്റെ മകളെ നോക്കുന്നത് ഇനി മുതൽ അവൻ ജോലിയായിട്ട് എടുത്തോ എന്നതാണ് ആ അച്ഛൻ ഉദ്ദേശിച്ചത്. അവൾക്ക് എന്നും രാത്രി ആ ഒരു ഡീമൻ കയറുന്ന സമയത്ത് പ്രൊട്ടക്ഷൻ വേണം, നീ അവളുടെ കാര്യങ്ങൾ ആ സമയത്തൊക്കെ നോക്കണമെന്ന് അച്ഛൻ പറയുമ്പോൾ പകൽ സമയം നിങ്ങളുടെ മകൾ വളരെ പ്രിറ്റിയാണ്, പക്ഷെ രാത്രി ആ ഡീമൻ കയറുന്ന സമയത്ത് അവൾ വളരെ ക്രേസിയാണ്, എന്നെ ഒരു കാര്യമില്ലാണ്ട് കാണുമ്പോൾ ഉപദ്രവിക്കാൻ വന്ന് പല സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, തലനാടിരക്കാണ് അപ്പോഴൊക്കെ രക്ഷപ്പെട്ടത്, ഞാൻ തന്നെ അവളെ ആ സമയത്ത് നോക്കണമെന്ന് ഗിൽഗു ഒരു പേടിയോടുകൂടി ചോദിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിന് ഒരു ശാപമുണ്ട്, കുടുംബത്തിലെ മൂത്ത കുട്ടികൾക്ക് ഇതുപോലെ രാത്രി ഡീമൻ പൊസസ് ആവും, ആ ഒരു ചെറിയ പ്രശ്നം ഒഴിച്ചാൽ അവൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, എന്നാൽ ആ സമയത്ത് അവളെ ഒരാൾ കയറിയതേ പറ്റൂ, ഈ നടു വെട്ടിപ്പിടിച്ചിരിക്കുന്ന ഞാനിപ്പോ എങ്ങനെ ഇനി അവളുടെ പുറകിന് പോകാനാ, അതുകൊണ്ട് എല്ലാം അറിയാവുന്ന നീ തന്നെ, പ്രത്യേകിച്ച് എനിക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ, അപ്പൊ ഒന്ന് ഹെൽപ്പ് ചെയ്ത് താന്നില്ല. ആ അച്ഛൻ ആവശ്യപ്പെടുമ്പോൾ സിയോൺജിനോടുള്ള ഒരു പ്രത്യേക താല്പര്യം കൊണ്ട് തന്നെ അതിന് ഗിൽഗു സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രി അവളെ ഡീമൻ പൊസസ് ചെയ്യുമ്പോൾ അവളുടെ അടുത്തേക്ക് അവൻ എത്തുന്നുണ്ടെങ്കിലും അവൾ വളരെ അഗ്രസീവ് ആയിട്ടാണ് അവനോട് പെരുമാറുന്നത്. എന്നാലും ഒരുവിധം അന്നത്തെ രാത്രി എങ്ങനെയോ അവൾ വേറെ അപകടത്തിലൊന്നും ചെന്നപ്പെടാതെ സേഫായി കുറച്ച് അകലെ നിന്നായാലും നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം രാവിലെ തന്നെ അവളുള്ളപ്പോൾ ബേക്കറിയിലേക്ക് അവൻ ചെല്ലുന്നു. പകൽ സമയത്ത് അവൾ ഓക്കെ ആണല്ലോ, ആ ടീം അവളുമായിട്ട് നല്ല ഒരു ബോണ്ടിങ് ഉണ്ടാക്കിയാലോ ഒരു പക്ഷെ നൈറ്റ് അവൾ പൊസസ്ഡ് ആവുമ്പോൾ കുഴപ്പമൊന്നും കാണില്ല എന്നാണ് അവന് തോന്നുന്നത്. കാരണം അറിയാവുന്ന ഒരാളാവുമ്പോൾ ആ ഡീമൻ ഒന്ന് അടങ്ങുമെന്ന് അവൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ബേക്കറിയിലേക്ക് എത്തുന്നവൻ അച്ഛന്റെയും അതേ ബേക്കറിയിൽ ഉണ്ടായിരുന്ന സിയോൺജിന്റെ അനീതിയുടെയും ഒക്കെ അറിവോടുകൂടി തന്നെ അവിടെ ജോലിക്ക് നിൽക്കുന്നുണ്ട്. പതിയെ സിയോൺജിനുമായി ബോണ്ടിങ് ഉണ്ടാക്കാം എന്ന ഒരു രീതിക്ക്. പക്ഷെ പകലൊന്നും അവളെ കൊണ്ട് അവന് കുഴപ്പമില്ലെങ്കിലും രാത്രി പൊസസ്ഡ് ആവുന്ന ടീം അവനെ വീണ്ടും അവൾ പെടാപ്പാടുപെടുത്തുന്നു. ഇപ്പൊ തന്നെ ഒരു ഷോപ്പിലേക്ക് ചെന്ന് ചോക്ലേറ്റ് കേക്ക് വാങ്ങാനായി അവൾ നിൽക്കുമ്പോൾ ചോക്ലേറ്റ് കേക്ക് അവിടെ ഇല്ലാന്ന് കാണുന്ന ടീം വളരെ വയലന്റ് ആയി പെരുമാറുകയും ആ കലിപ്പിന് ഇവിടെ ഉള്ള ഒരു കേക്കും ഇനി വേറെ ആരും വാങ്ങണ്ടെന്ന് പറഞ്ഞ് അവിടെ മറ്റ് ഫ്ലേവറിലുള്ള കേക്ക് വാങ്ങാൻ വരുന്ന കസ്റ്റമേഴ്സിന് ആ കേക്ക്സ് ഒന്നും കൊടുക്കാതെ, അവൾക്ക് അത് ഇഷ്ടമല്ലെങ്കിലും അതൊക്കെ വളരെ വയലന്റ് ആയിരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ ടീം. അത്രയും നേരം അവളുടെ കൂടെ ഉണ്ടായിരുന്ന ഗിൽഗു അല്ല നിങ്ങൾ എന്തിനാ ഈ പാവം പിടിച്ച് സിയോജിയുടെ ശരീരത്ത് കയറി അവളിങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്, ഒന്നീ ശരീരം വിട്ട് പൊക്കൂടെ എന്നൊന്ന് ചോദിക്കുമ്പോഴേക്കും അത്രയും നേരം അവനോട് അത്ര വയലന്റ് അല്ലാതെ പെരുമാറിക്കൊണ്ടിരുന്ന ഡീമൻ നേരെ അവന് നേരെ തിരിയുന്നുണ്ട്. പിന്നെ അവൻ ഒരു ഒറ്റ ഓട്ടമായിരുന്നു അവിടെ നിന്ന്. പിന്നീട് അടുത്ത ദിവസം വീണ്ടും ബേക്കറിയിലെ ജോലിക്ക് പോകുന്നു. ആ സമയത്തൊക്കെ സിയോജിന്റെ വളരെ സ്വീറ്റായ പ്രിറ്റിയായ പെരുമാറ്റം കാണുമ്പോൾ ഇവള് തന്നെയാണോ രാത്രിയിൽ എന്റെ മുന്നേ നിൽക്കുന്ന ആളെന്ന് പോലും അവന് തോന്നി പോകുന്നുണ്ട്. എന്തായാലും അങ്ങനെ പകൽ അവളുടെ കൂടെ ബേക്കറിയിലും രാത്രി ഡീമനായി മാറുന്ന സമയം അവളുടെ കൂടെയും അങ്ങനെ അവൻ 24 മണിക്കൂറും അവളുടെ കൂടെ തന്നെ വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. എന്തായാലും അന്ന് രാത്രി എന്നെ ഒന്ന് ഊഞ്ഞാലാട്ടി വിടാനായി തന്റെ അടുത്തേക്ക് എത്തിയ ഗിൽഗുവിനോട് സിയോൺജി ആവശ്യപ്പെടുമ്പോ ഇവള് കാണിക്കുന്ന ഒന്നും പോരാഞ്ഞിട്ട് ഞാൻ ആട്ടിയും കൊണ്ട് വിടണമല്ലേ എന്ന രീതിക്ക് അവൻ നല്ലൊരു ആട്ട് വെച്ച് കൊടുക്കുമ്പോ ഡീമനാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അവന്റെ ആട്ടിലും മറിഞ്ഞടിച്ച് അവള് വീഴുമ്പോ പിന്നെ പറയണോ കഥ. എന്തായാലും അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിന്റെ ഇടയിൽ പലപ്പോഴും ഈ ഒരു ഡീമനെ സിയോൺജിന്റെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കാനായി അവളുടെ അച്ഛനും അനീതിയും ഒക്കെ പലതവണ ശ്രമിച്ചിട്ടും നടന്നിട്ടില്ല. അപ്പോ ഈ ഡീമന്റെ വീക്ക്നെസ് എന്താണ് എന്നവർക്ക് അറിയില്ല. പക്ഷേ ഈ ഡീമന് ഗെയിംസ് വളരെ ഇഷ്ടമാണെന്ന് മനസ്സിലാക്കുന്ന ഗിൽഗു അവനും ക്ലോ മെഷീനിൽ ഗെയിം കളിക്കാൻ വലിയ ഇഷ്ടമായതുകൊണ്ട് തന്നെ അവൻ സ്ഥിരം അങ്ങനെ പോകാറുള്ളത് കൊണ്ടും അന്ന് പോകുമ്പോ സിയോൺജിനെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ഈ ഗെയിമെ വളരെ രസകരമാണ്, ഇത് എങ്ങനെ കളിക്കണ്ടേന്ന് ഞാൻ പറഞ്ഞുതരാം, ഞാൻ വേണമെങ്കിൽ ഒരു വട്ടം കളിച്ച് കാണിക്കാം, പക്ഷെ അതിന്റെ ടെക്നിക്ക് ഞാൻ പറഞ്ഞു തരണമെങ്കിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയണമെന്നും പറഞ്ഞ് അവൻ ആ മെഷീനിൽ
നിന്ന് ഒരു ടോയ് എടുത്ത് ആ ഒരു ഡീമനെ കാണിക്കുകയും ഇതുപോലെ നിനക്ക് കളിക്കാനുള്ള ടെക്നിക്ക് ഞാൻ പറഞ്ഞു തരണമെങ്കിൽ എന്ത് ചെയ്താ നീ ഈ സിയോജിന്റെ ശരീരത്തിൽ നിന്ന് പോകുമെന്ന് എനിക്ക് പറഞ്ഞു തരണമെന്ന് അവൻ ആവശ്യപ്പെടുമ്പോ അങ്ങനെ എന്നെ ഇവിടുന്ന് ഒഴിവാക്കാന്ന് നീ വിചാരിക്കേണ്ട, ഞാൻ അത്ര മണ്ടിയൊന്നും അല്ലാന്ന് പറഞ്ഞ് ഡീമൻ അവന്റെ വായടപ്പിക്കുന്നു. എന്നാലും നീ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒരു ടെക്നിക്ക് പറയാം. എന്നെ നിന്റെ വരുതിക്ക് നിർത്തണമെങ്കിൽ നീ എന്റെ പേര് കണ്ടുപിടിക്കണം. എന്നെ പേര് വിളിച്ച് എന്നോട് എന്ത് ആവശ്യപ്പെട്ടാലും അത് ഞാൻ കേൾക്കുമെന്നും പറഞ്ഞ ആ ഡീമൻ അവിടെ നിന്ന് പോകുമ്പോ ഇനിയിപ്പോ ഡീമന്റെ പേര് കണ്ടുപിടിക്കണമല്ലോ എന്നൊരു അവസ്ഥയിലായിരുന്നു ഗിൽഗു ഉണ്ടായിരുന്നത്. എന്നാലും അടുത്ത ദിവസം രാത്രി ഗിൽഗു സിയോജിനെ കാണുമ്പോ അവൾക്ക് ഡീമൻ പൊസസ് ആയിട്ടില്ല. കാരണം അവൾ രാത്രി ഉറങ്ങാനായി കിടന്ന ശേഷമാണ് അവളെ ഡീമൻ പൊസസ് ചെയ്യുന്നത്. എന്നും ഒരാളെ ഉറക്കാതിരിക്കാനും പറ്റില്ലല്ലോ. എന്തോ അന്ന് അവൾ ഉറങ്ങിയിട്ടില്ല എന്ന് നൈറ്റ് ഡ്യൂട്ടിക്ക് അവളുടെ അടുത്തേക്ക് ചെല്ലുന്ന അവന് മനസ്സിലാവുന്നുണ്ട്. അവൻ സംസാരിക്കുമ്പോഴാണ് അന്ന് അവളുടെ അമ്മയുടെ ഓർമ്മ ദിവസമാണെന്നും അതുകൊണ്ട് അവൾക്ക് അന്ന് ഉറങ്ങാൻ സാധിക്കില്ല, അമ്മയുടെ ഓർമ്മകളൊക്കെയാണ് എപ്പോഴൊന്നും പറഞ്ഞ് അവൾ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുന്ന കാഴ്ച കാണുന്ന അവൻ അവളെ ഒന്ന് ഡൈവേർട്ട് ചെയ്യാനൊക്കെ ആയി ഒരു സിനിമ കാണാൻ പോയല്ലോ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. പക്ഷെ സിനിമ കാണാൻ പോയപ്പോഴല്ലേ രസകരമായ ആ ഒരു സംഭവം നടന്നത്. അത്രയും നേരം സങ്കടപ്പെട്ട് ഉറങ്ങാതിരുന്ന അവളെ അവൻ സിനിമ കാണിക്കാന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി ഒരു അറുപൂറൻ പടം കാണിച്ച് തിയേറ്ററിൽ ഇരുന്ന് അത് കണ്ട് ഉറങ്ങി അവൾ അടുത്ത നിമിഷം തന്നെ പോസസ്ഡ് ആവുന്നുണ്ട്. അത് ആദ്യം ഗിൽഗുവിന് മനസ്സിലായിരുന്നില്ല. പക്ഷെ അടുത്തിരുന്ന് സിനിമ കണ്ടുകൊണ്ടിരുന്നതിന്റെ ഇടയിൽ അവൾ പെട്ടെന്ന് ഇവന്റെ കയ്യെ പിടിക്കുമ്പോൾ നോർമലായോ സിയോജിന് ഒരിക്കലും അങ്ങനെ പിടിക്കില്ല എന്നറിയാവുന്ന അവൻ അപ്പോഴാണ് ഇവള് പൊസസ്ഡ് ആയി എന്ന് മനസ്സിലാവുന്നത്. തിയേറ്ററിൽ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ആളുകളെ അവൾ അവിടെ നിന്ന് പേടിപ്പിച്ച് ഓടിക്കാതിരിക്കാനായി അവൻ വേഗം അവളുമായി പുറത്തേക്ക് ഇറങ്ങുന്നു. ഞാൻ വന്നത് നിനക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല അല്ലേ, നീ സിയോജിന്റെ കൂടെ ഹാപ്പി ആയിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ച് വന്നതല്ലേ എന്നെല്ലാം താൻ വന്നത് ഇഷ്ടപ്പെടാതെ നിൽക്കുന്ന ഗിൽഗുവിന്റെ മുഖഭാവം കണ്ട ഡീമൻ ചോദിക്കുമ്പോ ഓ നീ ഉള്ളപ്പോ അങ്ങനെ എനിക്ക് സമാധാനത്തിൽ എങ്ങനെ അവളോട് മിണ്ടാൻ പറ്റുമെന്ന് ഗിൽഗുവും തിരിച്ചു ചോദിക്കുന്നു. എന്തായാലും സിയോജിന്റെ കൂടെ പകലൊക്കെ താൻ ഉണ്ടായിട്ടും അവൾ തന്നെ മനസ്സിലെ അവളോടുള്ള താല്പര്യം മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും ഈ രാത്രി വയലന്റ് ആയി എത്തുന്ന ഈ ഡീമന് തനിക്ക് അവളോടുള്ള താല്പര്യം മനസ്സിലായി എന്ന് ഗിൽഗുവിന് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും അവൻ പിന്നീട് അവളുമായി അവൾക്ക് ഈ ഗെയിംസും കാര്യങ്ങളും, അതായത് ആ ഡീമന് ഈ ഗെയിംസും കാര്യങ്ങളും വളരെ ഇഷ്ടമായതുകൊണ്ട് തന്നെ കുട്ടികൾ ഗെയിംസ് ഒക്കെ കളിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് അവിടെ ഇങ്ങനെ നമ്മൾ മുകളിലേക്ക് ജമ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ഏരിയ ഉണ്ടല്ലോ, അവിടേക്ക് ചെന്ന് നിന്ന് ആ ഡീമൻ അവിടെ ജമ്പ് ചെയ്ത് കളിക്കുന്ന ടീം പണ്ട് കുട്ടിയായിരുന്ന സിയോജിൻ അച്ഛന്റെയും അമ്മയുടെയും കൂടെ ഇതുപോലെ ടൈം സ്പെൻഡ് ചെയ്ത കാര്യങ്ങളൊക്കെ അവളുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നുണ്ട്. അങ്ങനെ പതിയെ പതിയെ വയലന്റ് മൂടിന്ന് ആ ഡീമൻ ഒന്ന് നോസ്റ്റു അടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും അന്ന് കുറെ ഹാപ്പി ആയി അവർ ഓരോന്ന് സംസാരിക്കുകയോ ഫോട്ടോ എടുക്കുകയോ അങ്ങനെ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അടുത്ത ദിവസം രാത്രി ആയിട്ട് ഒരു രസകരമായ സംഭവം നടക്കുന്നു. ഒരാൾ പാലത്തിന് മുകളിൽ നിന്ന് ഇപ്പൊ ചാടി ചാവെന്നും പറഞ്ഞ് പോലീസുകാരെയൊക്കെ വരട്ടിക്കൊണ്ടിരിക്കുന്ന ടീം അതുവഴി എത്തുന്ന സിയോൺജി അവൾ പോസസ്ഡ് ആയിരുന്നതുകൊണ്ട് തന്നെ കുറച്ച് വിയേർഡായി പെരുമാറുന്നുണ്ട്. ചാടടാ, ഇന്ന് നീ ചാടുന്നില്ലേ, നിനക്ക് ചാടാനുള്ള ധൈര്യമില്ലേ, പിന്നെ നീ എന്തിനിങ്ങനെ ഇന്ന് വീമ്പളക്കുന്നത്, ഞാനിപ്പോ ചാടിക്കടിക്കാന്നും പറഞ്ഞ് അവൾ വേഗം എല്ലാവരും നോക്കി നിൽക്കുക വെള്ളത്തിലേക്ക് ചാടുമ്പോ കൂടെ ഉണ്ടായിരുന്ന ഗിൽഗു അതൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അവൻ ഇവൾക്ക് വല്ലതും പറ്റുമോ എന്ന് പേടിച്ച് വേഗം തന്നെ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്നു. ഒടുക്കം അവനെ പോലീസുകാരൊക്കെ എത്തി ഒരുവിധം വെള്ളത്തിൽ നിന്ന് മുകളിലേക്ക് എത്തിക്കുന്നുണ്ടെങ്കിലും സിയോജിൻ എവിടെയെന്നായിരുന്നു അപ്പോഴും അവന്റെ ചിന്ത. ആക്ച്വലി അവളെ ആരും ഹെൽപ്പ് ചെയ്യേണ്ടി വന്നില്ല. അവൾ ഒരു മീനിനേക്കാളും പെർഫെക്ഷനില് വെള്ളത്തിലൂടെ നീന്തി നീന്തി പോകുന്ന കാഴ്ച കണ്ട് ഈ പെൺകുട്ടി എന്ത് ഇങ്ങനെയെന്നുള്ള മട്ടില് അവളുടെ ആറ്റിറ്റ്യൂഡ് കണ്ട് അന്തം വിട്ടിരിക്കുമ്പോഴേക്കും ചാടി ചാവെന്ന് പറഞ്ഞ അയാളുടെ മനസ്സ് മാറി വേഗം അവിടെ നിന്ന് ഓടിപ്പോകുന്നു. എന്തായാലും ഈ ഒരു ഇൻസിഡന്റ് ന്യൂസിലൊക്കെ അടുത്ത ദിവസം വൈറൽ ആവുന്നുണ്ട്. അങ്ങനെ ഈ വീഡിയോ ക്ലിപ്പ് കണ്ട് എന്റെ മകളെ നീ വെള്ളത്തിൽ ചാടാൻ വിടുവല്ലേന്ന് ദേഷ്യം വരുന്ന സിയോജിന്റെ അച്ഛൻ നിന്നെ ബോഡി ഗാർഡായിട്ട് നിർത്തിയത് അവളെ സേഫ് ആയിട്ട് നോക്കാനാണെന്നൊക്കെ പറഞ്ഞ് ഗിൽഗുവിനോട് ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്പോ ബേക്കറിയിലേക്ക് സിയോജിന്റെ വരവ്. എന്തായാലും എങ്ങനെയും ഈ ഡീമനെ സിയോജിന്റെ അടുത്ത് നിന്ന് ഒഴിവാക്കണമെന്നത് ഗിൽഗു തീരുമാനിക്കുന്നു. അങ്ങനെ അത് പ്രകാരം അവൻ അതിനെപ്പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാനായി പുറപ്പെടുന്ന സമയത്താണ് ആക്ച്വലി വലിയൊരു ഷെഫാണ്, വിദേശത്ത് പോകണം എന്നതൊക്കെയായിരുന്നു സിയോജിന്റെ ആഗ്രഹമെന്നും പക്ഷേ ഈ ഒരു ഡീമന്റെ പ്രശ്നം അവൾക്ക് ഉള്ളതുകൊണ്ട് അവൾക്ക് പുറത്തെങ്ങും പോകാനോ അവളുടെ ഈ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനോ സാധിക്കുന്നില്ല എന്നും അവൻ മനസ്സിലാക്കുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ അവന് വല്ലാതെ ഒരു പാവം തോന്നുന്നുണ്ട് അവളോട്. എന്തായാലും ഡീമന്റെ പേര് കണ്ടുപിടിച്ചാൽ അതിനെ ഒഴിവാക്കാൻ സാധിക്കുന്ന മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന ഗിൽഗു അതിനെപ്പറ്റി സിയോജിന്റെ അച്ഛനോടും അനീതിയോടും പറയുന്നുണ്ട്. ഹാപ്പി ആയിട്ട് ആ ഡീമനെ കൊണ്ടു നടക്കുന്ന ടീം ഇടയ്ക്ക് എന്തെങ്കിലും ചോദിച്ചാൽ അതിന്റെ പേര് വായിന്ന് വരും എന്ന ഒരു പ്രതീക്ഷയിൽ അതിനെ പാർട്ടിക്ക് കൊണ്ടുപോയൊക്കെ ഹാപ്പി ആക്കാനായി ഇവർ കൊടുത്ത നിർദ്ദേശപ്രകാരം അടുത്തുള്ള ഒരു പബ്ബിലേക്ക് സിയോജിൻ അങ്ങനെ പൊസസ്ഡ് ആയ ടീം ഗിൽഗു അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നു. പക്ഷെ അവിടെ വെച്ച് ഇടയ്ക്ക് അവന്റെ കണ്ണ് തെറ്റുന്ന ഗ്യാപ്പിന് സിയോജിനെ കാണുന്നില്ല. അവൾ എവിടെയെന്ന് അന്വേഷിച്ചുമ്പോഴേക്കും ഒരാൾ അവളുടെ കൈ പിടിച്ച് വലിക്കുന്നതാണ് ഗിൽഗു കാണുന്നത്. അവൻ വേഗം ചെന്ന് അയാളെ തട്ടി മാറ്റി ആരടാ നീ ദേഷ്യപ്പെടുന്ന ടീം, എന്റെ ഗേൾ ഫ്രണ്ടിനെ എന്തിനാ തുടങ്ങിയെന്ന മട്ടില് തന്നെ തുറച്ചു നോക്കുന്ന അയാളോട് ഗിൽഗു ചോദിക്കുമ്പോൾ ഞാനൊരു ഷാമന, അതുകൊണ്ട് തന്നെ എന്റെ അടുത്ത് കള്ളം പറയണ്ട, ഇത് നിന്റെ ഗേൾ ഫ്രണ്ട് അല്ല ഒരു ഡീമൻ ആണെന്ന് എനിക്കറിയാം, ഞാൻ അതിനെ ഒഴിവാക്കി തരാന്നെല്ലാം അയാൾ പറയുന്നുണ്ടെങ്കിലും ഗിൽഗു അത് കാര്യമാക്കാതെ വേഗം അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു. പക്ഷെ അടുത്ത ദിവസം ഇവർ ബേക്കറിയിലുള്ളപ്പോ അവിടെ വെച്ച് അതേ ഷാമിനെ വീണ്ടും ഗിൽഗു കാണുന്നുണ്ട്. അയാൾ ഗിൽഗുവിനെ കണ്ട് സംസാരിക്കാനായി തന്നെ വന്നതാണ്. ഈ പെൺകുട്ടിയുടെ ശരീരത്തുള്ളത് വലിയൊരു ഈവൽ സ്പിരിറ്റ് ആണ്, അതിനെ ഞാൻ ഓടിക്കാന്നെല്ലാം അയാൾ പറയുന്നുണ്ടെങ്കിലും പക്ഷെ പിന്നീട് ഈ ഒരു കാര്യം സിയോജിന്റെ അച്ഛനോട് പറയുന്നുണ്ടെങ്കിലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയത് ഒന്നും വർക്കൗട്ട് ആയില്ല, ഇനി വെറുതെ ആവശ്യമില്ലാത്ത പണിയൊന്നും നമുക്ക് വീണ്ടും പരീക്ഷിക്കേണ്ടെന്നായിരുന്നു അച്ഛൻ അവനോട് പറയുന്നത്. എന്തായാലും അന്ന് രാത്രി സിയോജിനെ ആ ഷാമൻ ആരും അറിയാതെ തട്ടിക്കൊണ്ടുപോകുന്നു. അവളെ അങ്ങനെ രഹസ്യമായി ഒരു സ്ഥലത്ത് കെട്ടിയിട്ട് അവളെ പൊസസ് ചെയ്തിരിക്കുന്നതിനെ ഒഴിപ്പിക്കുന്ന വീഡിയോ ലൈവായി ഷൂട്ട് ചെയ്ത് അത് പബ്ലിക്കിലേക്ക് എത്തിച്ച് അങ്ങനെ തന്റെ പേരും പ്രശസ്തി
പ്രശസ്തിയും കൂട്ടണമെന്നതാണ് ആ ഒരു ശ്യാമിന്റെ ലക്ഷ്യം. ആദ്യം അവളെ തട്ടിക്കൊണ്ടുപോയത് ഇവർ അറിഞ്ഞിരുന്നില്ലെങ്കിലും അവളിൽ ഒരു ട്രാക്കർ ഇവർ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ രാത്രി പൊസസ്ഡ് ആവുന്ന ടീം അവൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഇവർക്ക് മനസ്സിലാക്കാനേ. അങ്ങനെ അത് വെച്ച് സിയോജിന്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്ത് ഇവർ പോകുന്നു. എന്തായാലും ആ ശ്യാമൻ സിയോജിന്റെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ അവിടെ എത്തുന്ന ഗിൽഗു അവളെ അവിടെ നിന്ന് സേവ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ പോകുന്ന ടീം അവളുടെ ശരീരത്തുള്ള ആ ഒരു ഡീമൻ അതിന്റെ കഥ അവനോട് പറയാണ്. അതായത് വളരെ പണ്ട് ഒരു ചെറിയ ഗ്രാമത്തില് ജീവിച്ചിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ഈ ഡീമൻ യഥാർത്ഥത്തിൽ. പക്ഷെ പട്ടിണിയും പരിവട്ടവും മൂലം അവരുടെ ഗ്രാമത്തിലുള്ള എല്ലാവരും വലഞ്ഞപ്പോ ആ പട്ടിണി കാരണം ആ പെൺകുട്ടിയുടെ കുടുംബത്തിലുള്ളവരും മരണപ്പെടുകയായിരുന്നു. തുടർന്ന് ഗ്രാമത്തിൽ എല്ലാവരും കഷ്ടപ്പാട് അനുഭവിക്കുന്നത് കൊണ്ടും പട്ടിണി കാരണം മരിക്കുന്നത് കൊണ്ടും അതിലെന്ത് പരിഹാരം എന്ന അന്വേഷണം ഒടുക്കം ഒരു നരബലി എന്ന കാര്യത്തിലാണ് വന്നു നിന്നത്. അങ്ങനെ ബന്ധുക്കളൊന്നും ഇല്ലാതെ ഇപ്പൊ അനാഥയായിരിക്കുന്ന ഈ ചെറിയ പെൺകുട്ടിയെ തന്നെ നരബലി കൊടുത്ത് ഗ്രാമത്തിന്റെ മേൽ പതിഞ്ഞിരിക്കുന്ന പട്ടിണി എന്ന ശാപം മാറ്റാമെന്ന് ഗ്രാമനിവാസികൾ തീരുമാനിക്കുകയും ആ ചെറിയ പെൺകുട്ടിയെ അവർ അങ്ങനെ നരബലി കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം അതൊരു കൊടൂര പ്രേതമായി മാറി ആ ഗ്രാമത്തിലുള്ളവരെ വേട്ടയാടാതിരിക്കാനായി ആ ഒരു സ്പിരിറ്റിനെ അവർ ആവാഹിച്ച് അങ്ങനെ ഒരു പാത്രത്തിലാക്കി കുഴിച്ചിടുകയായിരുന്നു. 100 വർഷങ്ങൾ ഈ പാത്രം അനങ്ങാതിരുന്നാൽ അത് സ്വർഗത്തിലേക്ക് അതിന്റെ ആഫ്റ്റർ ലൈഫിലേക്ക് കടക്കും എന്നൊരു വിശ്വാസവും അവർക്കുണ്ടായിരുന്നു. പക്ഷെ കുറെ നാളുകൾക്ക് ശേഷം വളരെ യാദൃശികമായി മണ്ണിനടിയിൽ കിടന്ന ആ ഒരു പാത്രം സിയോജിന്റെ ഒക്കെ ഒരു മുത്തശ്ശിയുടെ കയ്യിൽ കിട്ടുകയും അവരെ ആ ഒരു പ്രേതം പൊസസ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷമാണ് ആ മുത്തശ്ശിയിൽ നിന്ന് അടുത്ത തലമുറയിലുള്ള ഓരോ മൂത്ത പെൺകുട്ടികളുടെ ശരീരത്തിലേക്കും ഇതുപോലെ ഡീമൻ കയറുന്ന ആ ഒരു സംഭവം അങ്ങനെ ഉണ്ടായി തുടങ്ങിയത്. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അങ്ങനെ തലമുറയായി കൈമാറി വന്ന ആ ഒരു ശാപം പ്രകാരമാണ് സിയോജിന്റെ ശരീരത്തിലും ഈ ഒരു ഡീമൻ കയറിയത് എന്നത് ഗിൽഗു മനസ്സിലാക്കുന്നു. എന്തായാലും തനിക്ക് 100 വർഷം തികയാനായിട്ട് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളെന്നും അടുത്തതായി വരുന്ന ഫുൾ മൂൺ അന്ന് താൻ സിയോജിന്റെ ശരീരം വിട്ടു പോകുന്നതായിരിക്കുമെന്നും ഡീമൻ ഗിൽഗുവിനോട് പറയുമ്പോൾ ഇത്രയും നാള് ഇതിനോടൊരു ഇഷ്ടക്കേടുണ്ടായിരുന്ന ഗിൽഗുവിന് അതിന്റെ കഥയെല്ലാം കേട്ട ശേഷം വല്ലാത്തൊരു സോഫ്റ്റ് കോർണർ തോന്നുന്നുണ്ട്. ഈ ഒരു ഡീമന് ശാന്തി ലഭിച്ചത് ആഫ്റ്റർ ലൈഫിലേക്ക് കടക്കാൻ വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് തോന്നുന്നവൻ ഇതിനെ ഒരു ജാറിൽ ഇട്ടായിരുന്നല്ലോ പണ്ട് അവർ ട്രാപ്പ് ചെയ്തിരുന്നത്. ആ ഒരു ജാറ് കണ്ടെത്തി കൊണ്ടുവരാനായി തീരുമാനിക്കുന്നു. അതിനായി സിയോജിന്റെ ഒക്കെ മുൻ തലമുറയിൽപ്പെട്ട ഒരു മുത്തശ്ശിക്കല്ല ആ ജാറ് കിട്ടിയത്. അവരാണല്ലോ ആദ്യം പൊസസ്ഡ് ആയത്. അവർ താമസിച്ചിരുന്ന ആ ഒരു പഴയ സ്ഥലം തപ്പിച്ചെന്നവൻ അവിടെ കുഴിയൊക്കെ എടുത്ത് ആ ഒരു ജാർ അന്വേഷിച്ച് നോക്കാണ്. ആദ്യം ഒന്നും കിട്ടിയില്ലെങ്കിലും ഒടുക്കം കുറെ കഷ്ടപ്പെട്ട് വലിയൊരു പാറയുടെ അടിയിൽ നിന്ന് കുഴിച്ചിട്ട നിലയിൽ അവൻ ആ ഒരു ജാറ് കണ്ടെത്തി തിരിച്ച് യാത്ര ചെയ്തിരിക്കുന്നു. അപ്പോഴേക്കും ഫുൾ മൂൺ ആകാറാവുന്നു എന്ന് മനസ്സിലാക്കുന്ന ഡീമനാകട്ടെ ഇന്നും കൂടിയേ താൻ സിയോജിന്റെ ശരീരത്തിൽ ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിലാക്കി സിയോജിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന സമയത്തൊക്കെ വളരെ റൂഡായി ആരോടൊക്കെ പെരുമാറിയിട്ടുണ്ടോ അവരെയൊക്കെ കണ്ട് ചെറിയ രീതിക്ക് ഒരു മാപ്പ് പറയുന്ന കണക്ക് അവരോട് നന്നായി പെരുമാറുകയും ഒരു ചെറിയ സഹായങ്ങളും ഒക്കെ ചെയ്ത് അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. രാത്രി ആകുമ്പോഴേക്കും അച്ഛനോടും ഒരു യാത്ര പറച്ചിൽ നടത്തുന്നുണ്ട്. അങ്ങനെ പോകാൻ സമയം ആകുമ്പോഴേക്കും ഗിൽഗുവിനെ കണ്ടില്ലല്ലോ എന്ന് ആകെ സങ്കടത്തിൽ നിൽക്കുമ്പോഴേക്കുമാണ് ഗിൽഗു ഗ്രാമത്തിൽ നിന്ന് ആ ഒരു ജാറും കണ്ടുപിടിച്ച് അവിടേക്ക് എത്തുന്നത്. അങ്ങനെ അവളെ മാറ്റി നിർത്തി അവൻ ആ ജാറ് കാണിക്കുന്നുണ്ട്. എന്തായാലും നിനക്ക് ആത്മശാന്തി ലഭിക്കണമെങ്കിൽ നിനക്കിത് വേണമെന്ന് എനിക്ക് നന്നായി അറിയാം. ഞാനത് ഇതിനോടകം മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് ഗിൽഗു ആ ഡീമനോട് പറയുന്നുണ്ട്. കാരണം അത് സിയോജിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇവർ പുറത്തൊക്കെ പോകുന്ന ടൈമെല്ലാം ജാർസ് കാണുമ്പോൾ ഒരു പ്രത്യേക ഇഷ്ടം ആ ഡീമൻ അതിനോട് പ്രകടിപ്പിച്ചത് അന്ന് അവൻ ശ്രദ്ധിച്ചിരുന്നെങ്കിലും കാര്യം ഇപ്പോഴാണല്ലോ മനസ്സിലായത്. അങ്ങനെ അതിന്റെ പ്രിയപ്പെട്ട ആ ഒരു ജാറ് അതിന്റെ മുന്നിലെത്തിച്ച് അവൻ അതിനോട് അതിന്റെ പേര് ചോദിക്കുമ്പോഴേക്കും തനിക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്ത ഗിൽഗുവിനോട് യാങ് എന്നാണ് തന്റെ പേരെന്ന് ആ ഡീമൻ വെളിപ്പെടുത്തുമ്പോഴേക്കും യാങ് ഇത് എന്റെ ഉത്തരവാണ്. ഈ ജാറിലേക്ക് സിയോജിന്റെ ശരീരം വിട്ട് പ്രവേശിക്കുകയും ആത്മശാന്തി അടയുകയും ചെയ്യണമെന്ന് അവൻ പറയുമ്പോഴേക്കും ആ ഡീമൻ അങ്ങനെ സിയോജിനോടും ഗിൽഗുവിനോടും യാത്ര പറഞ്ഞ് ആഫ്റ്റർ ലൈഫിലേക്ക് കടക്കാനേ ഒരുങ്ങാണ്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുമ്പോഴേക്കും സിയോജിന് ഇപ്പൊ ആ ഒരു ഡീമൻ പൊസസ് ചെയ്യുന്ന പ്രശ്നം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൾ അവളുടെ ഡ്രീംസിനെ ചേസ് ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ വിദേശത്തേക്കൊക്കെ അവൾ യാത്ര തിരിക്കുകയാണ്. ഗിൽഗു കുറെ നാളിപ്പോ അവന്റെ ആഗ്രഹം കണക്ക് ജോലി എന്നൊക്കെ വിട്ടുമാറി അടിച്ചു പൊളിച്ച് നടന്നല്ലോ. അത് ബോറായി ഇപ്പൊ അവന് മാറിയിരിക്കുന്നു. കാരണം അവന്റെ ലൈഫിൽ ഉണ്ടായിരുന്ന സിയോജിനെ ഇപ്പൊ മിസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ചുമ്മാ ഇരുന്ന് അവളുടെ ഓർമ്മകൾ വരുമെന്ന് മനസ്സിലാക്കുന്ന അവൻ അങ്ങനെ ജോലിക്കൊക്കെ പോയി തുടങ്ങാണ്. അങ്ങനെ കുറച്ച് നാളുകൾ കടന്നു പോകുന്നു. വിദേശത്തെ തന്നെ പഠനമൊക്കെ കഴിഞ്ഞ് മടങ്ങിയെത്തുന്ന സിയോജിൻ ഗിൽഗു ഒട്ടും പ്രതീക്ഷിക്കാതെ അവനെ തേടിയാണ് നാട്ടിലേക്ക് എത്തുന്നത്. കാരണം അവൻ അവളെ ഇഷ്ടപ്പെട്ടിരുന്ന കണക്ക് ആക്ച്വലി അവളും അവനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ അവനിലേക്കാണ് അവൾ മടങ്ങിയെത്തിയിരിക്കുന്നത്. അങ്ങനെ ഇവർ ഹാപ്പിയായി ഒന്നിച്ച് ജീവിച്ചു തുടങ്ങുമ്പോഴേക്കും ഇവരെ ഒന്നിപ്പിക്കാൻ ഒരു വലിയ കാരണമായി മാറിയ ആ ഒരു ഡീമനെ ഗിൽഗു മറന്നിട്ടില്ല. അതിന്റെ ആ ഒരു ജാർ ഇപ്പോഴും അവൻ പൊന്നുപോലെ അങ്ങനെ സൂക്ഷിച്ചിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നത്. ഈ ഒരു വെറൈറ്റി കോമഡി ഫാന്റസി കഥ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോയ്ക്ക് ഒരു ഹൈപ്പ് കൊടുത്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലേ. അപ്പോൾ വീണ്ടും പുതിയൊരു കഥയുമായി കണ്ടുമുട്ടും വരെ ബൈ.